ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വ്യക്തിയുടെ ബന്ധം നമുക്ക് ആദ്യം ടോട്ടലി അവസാനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ ലൈഫ് ലോങ്ങിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ച ഭയങ്കരമായിട്ട് ഇമോഷണലി ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ടായിരുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് എന്താ പറയുക, കുറച്ച് നാൾ മുമ്പ് വരെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് വരുന്നതായിരുന്നു. പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങളുടെ എല്ലാം അങ്ങനെ ഭയങ്കരമായിട്ട് ഇത്രയും നാൾ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നതൊക്കെ ഒരുപാട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. കാരണം മൂൺ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു ഡിപ്രഷൻ മൂഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീരെയും ഒന്നിൽ നിന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒന്നിൽ നിന്നും ഇതിലേക്ക് മൂവ് ഓൺ ആവാൻ പറ്റാത്ത ഒരു അവസ്ഥ നന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, രണ്ടുപേരുടെ എനർജിയിൽ ദ എംപ്രസ് എനർജിയും വന്നിട്ടുണ്ട്, ദ എംപറർ എനർജിയും വന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറെക്കുറെ നോ കോണ്ടാക്റ്റ് തന്നെയാണ് കാണിക്കുന്നത്, ആൻഡ് ലെസ് കോണ്ടാക്റ്റും കാണിക്കുന്നുണ്ട്. ലെസ് കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ അങ്ങോട്ടാണ് എപ്പോഴും അങ്ങോട്ട് വിളിക്കുക, ഇനി ഇങ്ങോട്ടേക്ക് വിളിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്നെ തേടി വരട്ടെ. നിങ്ങളാണെങ്കിൽ അങ്ങനെ, അവരാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് വരട്ടെ, ഞാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിളിക്കാൻ പോകുന്നില്ല, അങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ളൊരു എനർജി രണ്ടുപേരുടെ ഭാഗത്തു നിന്നും നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു തരത്തിൽ പറഞ്ഞാൽ ഈഗോ, ഞാനെന്ന ഭാവം, അത് രണ്ടുപേരും വിട്ടുകളയാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾ കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നിങ്ങൾക്ക് സ്വയം എന്താ പറയുക, ഒരു വാല്യൂ ഇല്ലാത്ത പോലെയുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ അങ്ങോട്ടേക്ക് ബഗ് ചെയ്ത് പോണില്ല, അത്രയും ഞാൻ നാണം കിട്ടു, ഇനി ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ള രീതിയിലേക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് ചെല്ലണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുന്നൊരവസ്ഥയിലാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് ആ ഒരു തീരുമാനം എടുത്താലും 2 ദിവസം കഴിഞ്ഞ് അത് വീണ്ടും മാറിയിട്ട് എന്തെങ്കിലും ഒരു ഇതിലേക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ കുറിച്ച് ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ടാരറ്റ് റീഡിംഗ് ഒക്കെ നിങ്ങൾ എന്താ പറയുക, എപ്പോഴും ഒരു ദിവസം തന്നെ ഒരു 5-6 പ്രാവശ്യം 5-6 റീഡിങ് കണ്ടിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു അഡിക്ഷനിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു ടാരറ്റ് റീഡിങ് കാര്യങ്ങളിലേക്കൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഒരു മരുന്ന് കഴിക്കണ പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം റീഡിങ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഫസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു റീഡിംഗ് ആയിട്ട് കാണുക. അതായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റീസണേറ്റ് എനർജിയിൽ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കുക. ഞാൻ പേഴ്സണൽ റീഡിംഗ് എടുപ്പിക്കാനല്ല കേട്ടോ, പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് കാണാം എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ്, ഇനി അങ്ങോട്ടേക്ക് എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് തന്നെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ്, നമ്മൾ ആ റീഡിങ്ങിൻ്റെ സമയത്ത് കോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസിനെയുമാണ്. സോ ഗാർഡിയൻ ഏഞ്ചൽസ് കറക്റ്റായിട്ട് നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാര്യങ്ങൾ നിങ്ങളുടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ എനർജി നിൽക്കുന്നത് അങ്ങനെയാണ് കാണിക്കുന്നത്. ആൻഡ് ജസ്റ്റിസ് ഇവിടെ ഇല്ല, ജസ്റ്റിസ് റിവേഴ്സ് ആണ്. രണ്ടുപേരുടെയും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ബാലൻസ് കാണിക്കുന്നില്ല. ഓക്കെ, സോ ബാലൻസ് കാണിക്കുന്നില്ല. ആൻഡ് ഇതിൽ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ളൊരു ടോക്സിസിറ്റി ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു മൂവിങ് ഓൺ എന്ന് പറയുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് അങ്ങോട്ടേക്ക് മുമ്പോട്ടേക്ക് ഒരു വഴി കാണുന്നില്ല എന്ന എന്താ പറയുക, നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം, കെയറിങ്, ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ആ ഒരു പേഴ്സൺ ഈ ലൈഫിൽ നിങ്ങളിൽ നിന്നല്ലാതെ അത്തരത്തിലുള്ളൊരു സ്നേഹവും കെയറിങ്ങും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ആ ഒരു വ്യക്തി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പുറമേ കാണിക്കുമെങ്കിൽ നിങ്ങളുടെ അടുത്ത് വളരെ
എന്താ പറയുക, ആളുടെ ഒരു ഇന്നർ സെൽഫ് കൂടി കാണിക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു കുട്ടിക്കളി അല്ലെങ്കിൽ കുട്ടിത്തം അങ്ങനെയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്നതായിട്ടും അവരുടെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് എനർജി, ഇതൊരു എനർജി റീഡിംഗ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് എനർജി കൂടുതൽ കിട്ടുന്നത് നിങ്ങളുടെ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് ചീത്തപ്പേരൊക്കെ കേൾക്കാനുള്ള ഒരു യോഗം കാണിക്കുന്നുണ്ട്. ആൻഡ് എല്ലാവരാലും ഒറ്റപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്നുള്ളൊരു ഫീലിങ്സ് വരാനുള്ളൊരു അവസ്ഥ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യാത്ത ചില കുറ്റത്തിനൊക്കെ നിങ്ങൾ ഓഫീസിലാണെങ്കിലോ കുടുംബത്താണെങ്കിലോ നിങ്ങൾ പറയാത്തതോ ചെയ്യാത്തതായിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങളെ ശത്രുവായിട്ട് കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പോൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മുമ്പോട്ട് ജീവിക്കാനായിട്ട് നിങ്ങളുടെ സോളിന് ഒട്ടും താല്പര്യമില്ല. മുമ്പോട്ടേക്ക് പോകണ്ട, എനിക്കത് മുമ്പോട്ടേക്ക് പോയിട്ട് ഇനി എന്താണ്, എനിക്ക് മതിയായി എന്നുള്ളൊരു എനർജി ഇപ്പോൾ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ആ ജീവിതത്തിനോടൊരു ഇഷ്ടമില്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ ഒരു പേഴ്സണിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോള് ഹാപ്പി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ട്, ഓക്കെ, പക്ഷേ ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു എന്താ പറയുക കാര്യത്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്, അവിടെ നിങ്ങളുടെ സോൾ ഹാപ്പിനെസ് ആയിട്ടിരിക്കുന്നത് ഈ ഒരു പേഴ്സണിൻ്റെ കാര്യത്തിൽ നിൽക്കുമ്പോഴാണ് എന്നാണ് കാണിക്കുന്നത്. 9 ഓഫ് സോൾസ് എനർജിയാണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും. ഓക്കെ. അപ്പോൾ ഈ കാർഡ്സ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയുക, മുമ്പ് ഈ ഒരു ബന്ധം അവസാനിച്ചു, അല്ലെങ്കിൽ ലൈഫിൽ ഈ ഒരു ബന്ധം അവസാനിച്ചിട്ടില്ല. ഓക്കെ. ഇനിയും ഇവിടെ 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് കപ്സിൽ ഇനിയും നിങ്ങൾക്ക് അവിടെ ഒരു കപ്പ് മാത്രമേ അവിടെ നിങ്ങളുമായിട്ട് അവിടെ എന്താ പറയുക അനുഭവിച്ച് തീർത്തിട്ടുള്ളൂ, ഒരു കപ്പിലെ സ്നേഹം. ഇനിയും പറയുകയാണെങ്കിൽ 3 കപ്പും കൂടി ബാക്കിയുണ്ട്. ആ 3 കപ്പ് എന്ന് പറയുന്നത് 3 കപ്പ് 3 മാസം 3 വർഷം അങ്ങനെയല്ല കേട്ടോ. 3 കപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാണിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ബന്ധം അവസാനിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ എന്നും ഉണ്ടാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിരുന്നു. അത് കുറച്ചൊരു വ്യക്തത വരാൻ, ഈ ബന്ധം എന്തായാലും അവസാനിച്ചതായിട്ട് കാണിക്കുന്നില്ല, ഒരു എൻഡിങ് സ്റ്റേജ് എവിടെ വന്നിട്ടില്ല. പക്ഷെ ആ പേഴ്സണിന്റെ എനർജി നോക്കുമ്പോൾ കുറച്ച് മൂവിങ് ഓൺ ആവാനായിട്ട് അവരുടെ സോള് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ.